ശോഭയെ ജയിപ്പിച്ചവൻ ആരപ്പാ? സഖാക്കളാണ് എന്ന് പറയാൻ പറ്റില്ല. പിണറായിയാണ് അയ്യപ്പ എന്ന് പറയേണ്ടി വരും. സ്ഥാനാർത്ഥിയായി NMR റസാക്കിനെ പ്രഖ്യാപിച്ചപ്പോൾ സംശയം തോന്നി. അത് പ്രാവർത്തികമായാൽ പാലക്കാട് ശോഭ ജയിച്ചു കയറും. മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണാമല്ലോ എന്ന അമ്മായിയമ്മ പോരിൻ്റെ പ്രത്യക്ഷമായൊരു കാര്യം. നല്ല രാഷ്ട്രീയ ബോധമുള്ള തറവാടിത്തമുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത്. പാലമരങ്ങൾ വളർന്നു നിന്നിരുന്ന കാട് പാലക്കാടായെന്നും അതല്ല പാലി ഭാഷ സംസാരിക്കുന്നവർ താമസിക്കുന്ന ഇടം എന്ന അർത്ഥത്തിൽ പാലിഘട്ടായെന്നും അത് പിന്നീട് പാലക്കാടായെന്നും അതല്ല പാറക്കാടാണ് പാലക്കാടായെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. പാറയും പാലയുമൊക്കെ പാലക്കാടുണ്ട്. പക്ഷേ പാലി ഭാഷ സംസാരിക്കുന്നവരെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. അതിൻ്റെ ഗവേഷണത്തിലൊന്നും തൽക്കാലം പോകുന്നില്ല. അവിടുത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. പാലക്കാട് നഗരസഭയും കണ്ണാടി, പിരായിരി, മാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഉൾക്കൊള്ളുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. അവിടുത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ പാലക്കാട് നഗരസഭയിൽ BJPക്ക് മുന്നാക്കമുണ്ടെങ്കിലും കണ്ണാടി, പിരായിരി, മാത്തൂർ ഈ പഞ്ചായത്തുകളിലെ കൂടി വോട്ടുകൾ കൂട്ടുമ്പോൾ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് UDF ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാലും മുന്നിട്ട് നിൽക്കുന്നത് UDF തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭയിലെ വോട്ടിംഗ് ഷെയർ നോക്കിയാൽ UDF 1-ാം സ്ഥാനത്തും LDF 2-ാം സ്ഥാനത്തും BJP 3-ാം സ്ഥാനത്തുമാണ്. ആ അർത്ഥത്തിൽ ആഞ്ഞു പിടിച്ചാൽ ആർക്കൊപ്പവും പോരാവുന്ന മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ LDF അവിടെ ഇത്തവണ ആ പ്രതീക്ഷ പോലും ഉപേക്ഷിച്ച മട്ടാണ്. കാരണം ഒട്ടും പ്രസക്തനല്ലാത്ത, കമ്മ്യൂണിസ്റ്റുകാരൻ പോലും അല്ലാത്ത, കേവലം ഒരു ഹോട്ടൽ വ്യാപാരിയായ NMR റസാക്കാണ് അവിടെ സ്ഥാനാർത്ഥി എന്നറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിനു മുമ്പേ പാലക്കാട് CPM BJP ലീഡുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥിയായി NMR റസാക്കിനെ പ്രഖ്യാപിച്ചപ്പോൾ സംശയം തോന്നി. പിണറായി വിജയൻ്റെ ഇത് സംബന്ധിച്ച വിശദീകരണം കൂടി കേട്ടപ്പോൾ എനിക്ക് പോലും അത്തരം ഒരു ഡീലില്ലേ എന്ന് സ്വാഭാവികമായും തോന്നിപ്പോയി. കാരണം NMR റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പ്രധാന യോഗ്യത അദ്ദേഹം കാണുന്നത് മുസ്ലിമാണ് എന്നതാണ്. TK നൗഷാദ് നിന്നപ്പോൾ ആ ഫാക്റ്റാണ് പ്രവർത്തിച്ചതെന്നും പിണറായി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നൗഷാദ് എവിടെ കിടക്കുന്നു, റസാക്ക് എവിടെ കിടക്കുന്നു? നൗഷാദ് നല്ല പാർട്ടി പ്രവർത്തകനാണ്. റസാക്കിന് അങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ CPMകാർക്ക് പോലും കഴിയില്ല. ഒരു വ്യാപാരി എന്നതിനപ്പുറം അത്ര വലിയ സാമൂഹിക പ്രവർത്തകനായും അവിടെ റസാക്കിനെ ആർക്കും പരിചയമില്ല. അപ്പോൾ പിന്നെ എന്തിന് റസാക്ക് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. പാലക്കാട്ടെ മുസ്ലിം വോട്ടുകൾ ഇപ്പോൾ അധികം ലഭിക്കുന്നത് UDFനാണ്. അതിൽ വിള്ളലുണ്ടാക്കിയാൽ LDFന് വിജയിക്കാനായില്ലെങ്കിലും അത് ശോഭാ സുരേന്ദ്രൻ്റെ വിജയത്തിന് കാരണമാകും. അങ്ങനെ പ്രത്യക്ഷത്തിൽ ഡീലാവാതെ തന്നെ പരോക്ഷമായി BJPയെ സഹായിക്കുക, UDFനെ തറ പറ്റിക്കുക, ഇതാണ് ലക്ഷ്യം. മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണാമല്ലോ എന്ന അമ്മായിയമ്മ പോരിൻ്റെ പ്രത്യക്ഷമായൊരു കാഴ്ച. കാരണം NMR റസാക്ക് അവിടുത്തുകാരനാണ്. പാലക്കാട് തന്നെ 5 ഹോട്ടലുകളുടെ വ്യക്തിയാണ്. കുടുംബക്കാരും ബന്ധുക്കളുമായി നിരവധി പേർ അദ്ദേഹത്തിനുണ്ട്. അവരെല്ലാം മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളായ നിരവധി സുഹൃത്തുക്കളും അദ്ദേഹത്തിനുണ്ട്. ആ വോട്ടുകൾ പിടിക്കാനായാൽ തന്നെ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാമെന്ന് പിണറായി വിജയൻ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അതിൽ പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. UDF സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു കല്ലുകടി തോന്നിയിരുന്നു. പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പോലുള്ള കരുത്തരായ യുവ നേതാക്കൾ മത്സരിച്ച ഒരിടത്ത് കേവലം ഒരു സിനിമ മിമിക്രി താരമായ രമേശ് പിഷാരടി എന്തിന് സ്ഥാനാർത്ഥിയാക്കി എന്ന് തോന്നിയിരുന്നു. പക്ഷേ ആ തോന്നൽ പതിയെ മാറി. രമേശ് പിഷാരടിയുടെ പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തെ എതിർക്കുന്ന ശോഭാ സുരേന്ദ്രനും CPMകാരുമെല്ലാം നിലവാരം കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നല്ല രാഷ്ട്രീയ ബോധമുള്ള തറവാടിത്തമുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത്. തോമസ് ഐസക്കിനെ പോലെയുള്ള മുതിർന്ന ഒരു CPMകാരൻ വെറും ഒരു കോമാളിയായ സ്ഥാനാർത്ഥി എന്ന് രമേശ് പിഷാരടി വിളിച്ചപ്പോൾ വാസ്തവത്തിൽ ബുദ്ധിജീവി എന്ന് നടിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലവാര തകർച്ചയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. രമേശ് പിഷാരടി കോമാളിയല്ല, നല്ല കഴിവുള്ള കലാകാരനാണ്. അദ്ദേഹം നടനാണ്, സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്. അങ്ങനെ ഒരാളെ മിമിക്രി അവതരിപ്പിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ കേവലം ഒരു കോമാളി എന്ന് വിളിച്ചത് കഷ്ടമെന്ന് പറയാനാവും. അവിടെ വാസ്തവത്തിൽ കോമാളിയായത് തോമസ് ഐസക്കാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് 18,840 വോട്ടിൻ്റെ ലീഡിലാണ് ജയിച്ചത്. അവിടെ ശോഭാ സുരേന്ദ്രൻ വന്നാൽ ജയിക്കുമെന്നത് ഞാൻ നോക്കുന്നിടത്ത് വെറും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ശോഭ മുമ്പും അവിടെ മത്സരിച്ചിട്ടുണ്ട്. അന്ന് പോലും 40,076 വോട്ടാണ് ശോഭയ്ക്ക് പിടിക്കാനായിട്ടുള്ളത്. മെട്രോമാൻ എന്നറിയപ്പെടുന്ന
ഈ ശ്രീധരൻ നിന്നപ്പോൾ പോലും അവിടെ കിട്ടിയത് 50,250 വോട്ടാണ്. അത് BJPയുടെ മാത്രം വോട്ടല്ല, കുറേ നിഷ്പക്ഷ വോട്ടുകളും ശ്രീധരന് കിട്ടിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ശോഭ ജയിക്കാനുള്ളൊരു സാധ്യതയും സാധാരണഗതിയിൽ ഞാൻ കാണുന്നില്ല. കാരണം യുവാക്കളിൽ മാത്രമല്ല പ്രായമായവരിൽ പോലും ഒരു ഓളം സൃഷ്ടിക്കാൻ രമേശ് പിഷാരടിക്കായിട്ടുണ്ട്. മാന്യമായ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും മുമ്പൊന്നുമില്ലാത്തൊരാവേശം ജനങ്ങളിൽ പടർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടായി മാറും എന്ന കാര്യം ഉറപ്പാണ്. എൻ്റെ അഭിപ്രായത്തിൽ 5000-ൽ കുറയാത്ത വോട്ടിന് പിഷാരടി ജയിച്ച് കയറാനാണ് സാധ്യത. CPM BJP ഡീലുണ്ടെങ്കിൽ മാത്രമേ ആ ലീഡിൽ ഒരു ചെറിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളൂ. NMR റസാക്കിനെ ഇറക്കിയത് തന്നെ ആ ഡീലിനുള്ള സൂചന നൽകുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾ പരമാവധി പിടിച്ചെടുക്കാനാണ് റസാഖും ശ്രമിക്കുന്നത്. ആ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രധാനമായി വന്നതും ശ്രദ്ധിക്കണം. അത് പ്രാവർത്തികമായാൽ പാലക്കാട് ശോഭ ജയിച്ചു കയറും. അത് CPMൻ്റെ എന്നേക്കുമുള്ള കളങ്കമായി മാറുകയും ചെയ്യും. കേവലം ഒരു വിജയത്തിന് വേണ്ടി പാർട്ടിക്കാർ അതിന് തയ്യാറാകുമോ എന്നെനിക്കറിയില്ല. അങ്ങനെ തയ്യാറായാൽ ശോഭയെ ജയിപ്പിച്ചവൻ ആരപ്പാ, സഖാക്കളാണ് എന്ന് പറയാൻ പറ്റില്ല, പിണറായിയാണ് അയ്യപ്പ എന്ന് പറയേണ്ടി വരും. ഭാവിയിൽ ആ പാട്ട് UDFൻ്റെ തെരഞ്ഞെടുപ്പ് പാരഡിയും ആകും.